ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ധനനയ പ്രഖ്യാപനത്തിൽ തളർന്ന വിപണികൾ. പലിശ നിരക്ക് ഉടൻ താഴ്ത്തില്ലെന്ന സൂചനകൾ നിരാശാജനകം. സെൻസെക്സ് 700 പോയിന്റിലേറെ താഴ്ന്നു. നിഫ്റ്റി 21,800 താഴെ. ബാങ്ക്, ഓട്ടോ ഓഹരികൾക്ക് തകർച്ച. തുടർച്ചയായ 6ാം തവണയും അടിസ്ഥാന നിരക്ക് മാറ്റാതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. രാജ്യം മികച്ച വളർച്ചാ പാതയിലെന്ന RBI ഗവർണർ ശക്തികാന്ത ദാസ്. ഡേറ്റാ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കാൻ RBIയുടെ ക്ലൗഡ് സംവിധാനം. അവശ്യ സേവനങ്ങൾക്കുള്ള UPI പണമിടപാട് പരിധി 1 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്താൻ നിർദ്ദേശം. എല്ലാവർക്കും ഇൻഷുറൻസ് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവുമായി ഇൻഷുറൻസ് നിയന്ത്രിതാവ്. എല്ലാ മേഖലകളിലും കവറേജ് പരിഷ്കരിക്കാൻ നിർദ്ദേശിച്ച IRDA. ഗ്രാമീണ, സാമൂഹിക, തേർഡ് പാർട്ടി ബാധ്യതകളുടെ മാനദണ്ഡങ്ങൾക്ക് കീഴിൽ നിർബന്ധിത കവറേജ് ഉയർത്താൻ നിർദ്ദേശം. ലോറിയൽ മേധാവി ഫ്രാങ്കോയിസ് ബെറ്റൻകോട്ട് ലോകത്തിലെ ഏറ്റവും ധനിക വനിതയെന്ന് റിപ്പോർട്ട്. $80.5 ബില്യൺ ആസ്തിക്കുടമയാണ് ഫ്രാങ്കോയിസ് എന്ന സ്ലിംഗോ റിസർച്ച് പട്ടിക. $59 ബില്യൺ ആസ്തിയോടെ കോച്ച് ഇൻഡസ്ട്രീസിന്റെ ജൂലിയ കോച്ച് വനിതാ സമ്പന്നരുടെ പട്ടികയിൽ രണ്ടാമത്. സ്ത്രീ ശതകോടീശ്വരർ ഏറെയും ഫാഷൻ, റീറ്റെയിൽ മേഖലകളിൽ നിന്നെന്ന് പഠനം. ഏറ്റവും അധികം വനിതാ ശതകോടീശ്വരർ ഫ്രാൻസിൽ നിന്ന്. ഇന്ത്യക്ക് 3ാം സ്ഥാനം. ഡിസൈൻ ഉപകരണങ്ങളുടെ പണിപ്പുരയിലാണ് ആപ്പിൾ എന്ന റിപ്പോർട്ട്. ക്ലാംഷെൽ മോഡൽ ഐഫോണും അടക്കാവുന്ന ഐപാഡും വികസന ഘട്ടത്തിൽ. സാംസങ് ഫ്ലിപ്പ് ഫോൾഡ് മാതൃകയിലുള്ള ഫോണുകളുടെ ഒന്നിലേറെ പ്രോട്ടോടൈപ്പുകൾ തയ്യാറെന്ന് ദ ഇൻഫോർമേഷന്റെ റിപ്പോർട്ട്. ഇന്ന് RBIയുടെ ധനനയ പ്രഖ്യാപനത്തിൽ വായ്പാ ഇടപാട് നടത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മളൊരു വായ്പ എടുക്കുമ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ചാർജായിട്ടൊക്കെ ഒരു ഫീസ് ഈടാക്കാറുണ്ട്. പക്ഷേ ചില ഒളിച്ചുള്ള ഫീസുകളും ബാങ്കുകളും നമ്മളോട് ഈടാക്കാറുണ്ട്. അതായത് വായ്പ നമ്മൾ അടച്ചു പോകെ നമ്മളോട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ചാർജുകൾ പല ബാങ്കുകളും ഈടാക്കാറുണ്ട്. അവരുടെയൊക്കെ ചെവിക്ക് പിടിക്കുകയാണ് RBI. അതുകൊണ്ട് ഇനി ഈ പറയുന്ന ഫീസുകളിൽ ഒരു ഒളിച്ചുകളിയും വേണ്ട. ഒരു ലോണിനായി ഒരു ഉപയോക്താവ് ബാങ്കിലെത്തുമ്പോൾ അതിന്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും, ഏതൊക്കെ ഫീസുകളുണ്ട്, അത് എപ്പോഴൊക്കെ കളക്ട് ചെയ്യും, ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ഈ ഉപഭോക്താവിനോട് പറയണം. അതേപോലെ തന്നെ ഒരു തരത്തിലും ഒരു ഹിഡൻ ചാർജസും ഉണ്ടാകരുത്. കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇനി ബാങ്കുകൾ ഉപഭോക്താവിന് അറിയിക്കണം എന്ന ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ സുതാര്യത ഇക്കാര്യത്തിൽ ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഈ ഒരു നടപടി മൂലം. ഇനി ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ ധനനയം വിപണിയെ ഏറെ നിരാശപ്പെടുത്തി. കുറെ കാലം കൂടി എന്തായാലും പലിശ കുറയ്ക്കില്ല എന്നൊരു സൂചന തന്നെയാണ് ശക്തികാന്ത ദാസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വായ്പകളുടെ പലിശ കുറയില്ല, ഇനി വായ്പാ ചെലവിൽ ഒരു കുറവ് വരില്ല എന്ന്, നിക്ഷേപം കുറയ്ക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. ദേശീയ ഓഹരി വിപണി ഇപ്പോൾ 140 പോയിന്റ് താഴ്ന്ന് 21,789 വ്യാപാരം നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മൂക്കുകുത്തി ഈ പറയുന്ന നിഫ്റ്റി, ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികൾ താഴേക്ക് പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും 71,622 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. 527 പോയിന്റ് താഴ്ന്നാണ് വ്യാപാരം തുടരുന്നത്. ഡോളറിനെതിരെ രൂപയ്ക്ക് ഒരു 4 പൈസ നേട്ടമുണ്ടായിട്ടുണ്ട്. നമുക്ക് വിപണി വിശകലനത്തിനായി നമ്മോടൊപ്പം അതിഥിയുണ്ട്. ശ്രീ പ്രിൻസ് ജോർജ് ആണ്, MD DBFS. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും ഈ പറയുന്ന ധനനയ പ്രഖ്യാപനത്തിൽ ഈ പറയുന്ന പലിശ നിരക്കിനപ്പുറമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. UPIയുമായി ബന്ധപ്പെട്ടും ഈ വായ്പാ ഇടപാടുകൾ സുതാര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറമായി ബാങ്കിങ് മേഖല ഒട്ടും സന്തോഷത്തിലല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ബാങ്ക് ഓഹരികളും വളരെ കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവിൽ ഈ ബാങ്കിങ് മേഖലയുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? അതായത് സമീപ ഭാവിയിൽ എന്തായാലും പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന വാർത്ത, അതേപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങൾ ഫിൻടെക് മേഖലയ്ക്ക് വരുന്നു എന്ന വാർത്ത, യെസ് ബാങ്കിന്റെ ഓഹരികളും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ റിസർവ് ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ അത്ര നെഗറ്റീവായിട്ടുള്ള ഒരു പോളിസി ഒന്നും ആയിരുന്നില്ല. ശരിയാണ്, ആളുകൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം കുറയ്ക്കില്ലെങ്കിലും സമീപ ഭാവിയിൽ തന്നെ കുറയ്ക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം റിസർവ് ബാങ്ക് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുണ്ടായില്ല എന്നുള്ള ഒരു ചെറിയ നിരാശ മാത്രമേ ഉള്ളൂ. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മാർക്കറ്റുകൾ താഴേക്ക് വന്നതെന്നുള്ളതാണ്. മാർക്കറ്റുകൾ താഴേക്ക് വന്നത് കൂടുതലും ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ്. അതായത് റിസർവ് ബാങ്കിൻ്റെ പോളിസിയിൽ പ്രത്യേകിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ കാരണങ്ങളില്ലായിരുന്നു. മാർക്കറ്റിൽ തന്നെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഓവർബോട്ട് സിറ്റുവേഷൻ, അതായത് ഈ മിഡ് ക്യാപ്പ് ഓഹരികളിലൊക്കെ വളരെ പെട്ടെന്ന് മുകളിലേക്ക് പോയതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കിതപ്പ് മാർക്കറ്റിനുണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ആവശ്യകത ഉണ്ടായിരുന്നുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത്.
ഇനി റിസർവ് ബാങ്കിൻ്റെ പോളിസി അനൗൺസ്മെൻറ്റുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഈ പേയ്മെൻറ്റ് ബാങ്കുകളെയും അതുപോലെ തന്നെ ഫിൻടെക് എനേബിൾഡ് കാര്യങ്ങളെപ്പറ്റി വളരെ നിശിതമായിട്ടുള്ള ഒരു വിമർശനം അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് സമീപകാലത്ത് പേടിഎം പോലെയുള്ള ഒരു ഓഹരിക്ക് വലിയ ഇടിവുണ്ടായിട്ട് ഒരു കാരണം ഇതായിരുന്നു, അവരുടെ പേയ്മെൻറ്റ് ബാങ്കുകളുടെ കംപ്ലയൻസ് ലെവൽസ് കുറവാണെന്നുള്ളത്. അപ്പോൾ അത് ടൈറ്റൺ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റിൻ്റെ റേറ്റും കുറച്ച് കൂടും എന്നുള്ളൊരു സൂചന റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രസ് കോൺഫറൻസിലുണ്ടായി. അപ്പോൾ ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി പൊതുവേ കുറച്ച് കുറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ബാങ്കിങ് ഓഹരികളിൽ താഴേക്ക് വന്നത്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്നും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിനിടയ്ക്കുള്ളൊരു പ്രത്യേക കാര്യം. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് വിലയിരുത്തിയാൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് മാർക്കറ്റ് വളരെ പെട്ടെന്നൊന്നും ഇപ്പോൾ മുകളിലേക്കൊന്നും പോകത്തില്ല. എല്ലാവരും നല്ല ഒരു ഇലക്ഷനും അതുപോലെ തന്നെ നല്ലൊരു എക്കണോമിയൊക്കെ പറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റിന് ഒത്തിരി ഹേർഡിൽസ് ഉണ്ട്. 22,000 കടന്ന് പെട്ടെന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ചില സാഹചര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് കുറച്ചുകൂടെ താഴേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതലായിട്ടുള്ളത്. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും ഇനി വായ്പ എടുക്കുമ്പോൾ ഈ കേന്ദ്ര ബാങ്കിന്റെ നിർദ്ദേശം ബാങ്കുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളോട് ഹിഡൻ ചാർജസ്, ഒളിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ചാർജ് അവർക്കിനി ഈടാക്കാനാവില്ല. മാർക്കറ്റ് വ്യൂവിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈകുന്നേരം 4:45 വീണ്ടും കാണാം. ബാക്ക് ടു ഹാഷ്മി.